ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ജീവനക്കാർക്കായുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 18 മാസത്തിനകം കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത അതിതീവ്ര ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ തീരം തൊടും. ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് തീരങ്ങളിൽ അതീവ ജാഗ്രത. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. SJ-100 യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല. വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. വാർത്തകൾ വിശദമായി. കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ് കമ്മീഷൻ അധ്യക്ഷ. അധ്യക്ഷയ്ക്ക് പുറമെ ഒരു പാർട്ട് ടൈം അംഗവും മെമ്പർ സെക്രട്ടറിയുമാണ് കമ്മീഷനിൽ ഉള്ളത്. 18 മാസത്തിനകം കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കുമാണ് പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കുക. पे कमीशन को आज माननीय प्रधानमंत्री जी ने अप्रूव किया और ये बहुत बड़ा महत्वपूर्ण फैसला है. अब करीब सभी राज्य सरकारों ने इसमें सहयोग दिया है. 18 मंथ्स के अंदर ये रिपोर्ट आएगी इसकी 8th पे कमीशन. जस्टिस रंजना प्रकाश देसाई को इसका चेयरपर्सन बनाया गया. आप सब पुलक घोष एंड मिस्टर पंकज जैन हु इज सेक्रेटरी पेट्रोलियम एंड नेचुरल गैस, he will be the members. 2025-26 റാബി സീസണിലേക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം രാസവളങ്ങൾക്ക് പോഷകാധിഷ്ഠിത സബ്സിഡിയും മന്ത്രിസഭ പ്രഖ്യാപിച്ചു. 37,952 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ നൽകുന്നത്. പുതിയ നിരക്കുകൾക്ക് ഒക്ടോബർ 1 മുതൽ പ്രാബല്യമുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത അതിതീവ്ര ചുഴലിക്കാറ്റ് ആന്ധ്രാതീരത്തെ കാക്കിനടയ്ക്ക് സമീപം ഇന്ന് രാത്രിയോടെ തീരം തൊടും. 110 കിലോമീറ്റർ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുക. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം, കൃഷ്ണ, വെസ്റ്റ് ഗോദാവരി, പ്രകാശം, നെല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കാക്കിനടയ്ക്കും ഉപ്പടയ്ക്കുമിടയിലെ 8 കിലോമീറ്റർ ബീച്ച് റോഡ് കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും തകർന്നു. തീരമേഖലയിൽ കർശന ജാഗ്രത തുടരുകയാണ്. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഒഡീഷ തീരത്തും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ചുഴലിക്കാറ്റ് സാധ്യതാ മേഖലയിലെ 8 ജില്ലകളിൽ നിന്നും 11,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിലും കർശന ജാഗ്രത തുടരുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിൽ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചു. മോൺതാറ്റ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിവിധ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ റെയിൽവേ വാർ റൂമുകൾ സജ്ജമാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. NDAയും മഹാസഖ്യവും മുൻനിര നേതാക്കളെ പ്രചാരണത്തിനായി രംഗത്തെത്തിച്ചിട്ടുണ്ട്. മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. RJD നേതാവ് തേജസ്വി യാദവ്, കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പ്രകാശനം ചെയ്തത്. എല്ലാ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് സർക്കാർ ജോലി, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നവംബർ 6, 11 തീയതികളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഹരിയാനയിലെ അംബാല വ്യോമതാവളം സന്ദർശിക്കും. റഫാൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി യാത്ര ചെയ്യും. 2023 സുഖോയ് 30 MKI വിമാനത്തിൽ സഞ്ചരിച്ച ശേഷം ഇതാദ്യമായാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. ഇന്തോ പസഫിക് മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പ്രവർത്തനങ്ങളും സമുദ്രശേഷി വർധനയും അനിവാര്യമാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഇന്തോ പസഫിക് മേഖലാ സംഭാഷണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ശേഷി വികസനമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ച നിഷാർ മിത്ര ടെർമിനലുകൾ ഇന്റലിജൻസ്, വിവര കൈമാറ്റം എന്നിവ സുഗമമാക്കുമെന്നും നാവികസേനാ മേധാവി പറഞ്ഞു.
Considering that holistic maritime security is both an enabler and an equalizer, we need to craft region-specific initiatives and solutions. In naval parlance, capacity is tangible. It represents a nation's ability to remain present and persistent at sea. Another critical aspect of capacity building is interoperable communication and information sharing architecture. It is in this spirit that the Indian Navy has designed the Nishar Mitra terminals for sharing intelligence and information. SJ-100 സിവിൽ യാത്രാ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. രാജ്യത്തെ സിവിൽ ഏവിയേഷൻ മേഖലയ്ക്ക് നാഴികക്കല്ലാണ് ഈ ചുവടുവയ്പ്പെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്ത് നിർമ്മിക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ യാത്രാ വിമാനമായിരിക്കും SJ-100. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ അമേബിക് മസ്തിഷ്കജ്വര ബാധ സംബന്ധിച്ച് കോഴിക്കോട് ഫീൽഡ് തല പഠനം ആരംഭിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പും ചെന്നൈ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജിയിലെ വിദഗ്ധരും ചേർന്നാണ് ഫീൽഡ് തല പഠനം നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും സംഘം പഠനം നടത്തും. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് കിരീടം. തൃശൂർ 2ാമതും കണ്ണൂർ 3ാമതുമെത്തി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മന്ത്രി വി ശിവൻകുട്ടിയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യന്മാരായ തലസ്ഥാന ജില്ലയ്ക്ക് സമ്മാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 1825 പോയിന്റ് നേടിയാണ് ആതിഥേയരായ തിരുവനന്തപുരം സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. 203 സ്വർണം, 147 വെള്ളി, 171 വെങ്കലം എന്നിവ നേടിയാണ് തിരുവനന്തപുരം ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. 1107 പോയിന്റ് സ്വന്തമാക്കി ഗെയിംസിലും 649 പോയിന്റ് സ്വന്തമാക്കി നീന്തലിലും ചാമ്പ്യന്മാരായാണ് തിരുവനന്തപുരം സമഗ്ര ആധിപത്യം പുലർത്തിയത്. 2ാം സ്ഥാനം നേടിയ തൃശൂർ 892 പോയിന്റും 3ാം സ്ഥാനം നേടിയ കണ്ണൂർ 859 പോയിന്റും നേടി. അത്ലറ്റിക്സിൽ 247 പോയിന്റോടെ മലപ്പുറം 1ാമതെത്തി. 212 പോയിന്റ് നേടിയ പാലക്കാട് 2ാം സ്ഥാനവും 91 പോയിന്റ് നേടിയ കോഴിക്കോട് 3ാം സ്ഥാനവും സ്വന്തമാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കാൻ പൌരന്മാർ കഠിനാധ്വാനം ചെയ്യണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ വളർച്ചയുടെയും വികസനത്തിന്റെയും നട്ടെല്ല് തൊഴിലാളികളും കർഷകരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോയമ്പത്തൂർ സിറ്റിസൺസ് ഫോറത്തെ ഇന്ന് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3ാം സ്ഥാനം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഫോസിൽ ഇന്ധന ഇറക്കുമതി രാജ്യം വിജയകരമായി കുറച്ചെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മികച്ച അടിസ്ഥാന സൌകര്യങ്ങളാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്നും 2027ഓടെ 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സുസ്ഥിര റോഡ് വികസനം സുപ്രധാനമാണെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തെ സ്മാർട്ട് റോഡുകളുടെ ഭാവിയെക്കുറിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച CII സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജിലൻസ് വാരാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ആകാശവാണിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസും ചേർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയ് മുഖ്യാതിഥിയായി. നിർമ്മാണ സാമഗ്രികളുടെയും സേവനങ്ങളുടെയും നികുതി കുറച്ചുകൊണ്ട് ഭവന മേഖലയ്ക്ക് വലിയ ആശ്വാസവും ഉത്തേജനവുമായി മാറിയിരിക്കുകയാണ് പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ. എല്ലാവർക്കും വീട് എന്ന സർക്കാരിന്റെ ദൌത്യത്തെ സാക്ഷാത്കരിക്കാൻ സെപ്റ്റംബർ 22 മുതൽ രാജ്യത്ത് നിലവിൽ വന്ന GST പരിഷ്കാരങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായാണ് വിലയിരുത്തലുകൾ. വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. 828 പോയിന്റുമായാണ് സ്മൃതി 1ാം സ്ഥാനം നിലനിർത്തിയത്. 731 പോയിന്റുമായി ഓസ്ട്രേലിയയുടെ ആഷ്ലി ഗാർഡനറാണ് 2ാമത്. ബൌളർമാരിൽ 747 പോയിന്റുമായി ഇംഗ്ലണ്ടിന്റെ സോഫി എക്ലെസ്റ്റോൺ ആണ് മുന്നിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ജീവനക്കാർക്കായുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 18 മാസത്തിനകം കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത അതിതീവ്ര ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ തീരം തൊടും. ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് തീരങ്ങളിൽ അതീവ ജാഗ്രത. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. SJ-100 യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചു.
67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല. വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സ്മൃതി മന്ദാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.